നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ന് നവംബർ 14, നവംബർ 14 വെള്ളിയാഴ്ച നമ്മുടെ രാജ്യമെങ്ങും ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. അതുകൊണ്ട് ശിശുദിനത്തെക്കുറിച്ച് ഒരു ചെറിയൊരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മാന്യ സദസ്സിന് നമസ്കാരം. ശിശുദിനത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. നമ്മളെന്നും സ്നേഹിക്കുകയും ആദരിക്കുകയും കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിക്കുകയും ചെയ്യുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും നവംബർ 14 നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമെല്ലാമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെ മകനായിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു ജനിച്ചു. പഠനത്തിൽ സമർത്ഥനായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉപരിപഠനം ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിൻ്റെ മനസ്സ് ദേശസ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം കോൺഗ്രസിൽ ഗാന്ധിജിയുമായി ചേർന്ന് പ്രവർത്തിച്ചു. ചിന്തകനും നിരൂപകനും പ്രാസംഗികനും സത്യസന്ധനുമായ അദ്ദേഹം സമുന്നത രാഷ്ട്രീയ നേതാവായി വളർന്നു. കുട്ടികളെ അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. കുട്ടികളോട് ചെലവഴിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവരിൽ ഒരാളായി തീരുവാനും അദ്ദേഹം ആഗ്രഹിച്ചു. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. ശിശുദിനം പ്രൗഢഗംഭീരമായാണ് ആഘോഷിക്കപ്പെടുന്നത്. അതിരാവിലെ തന്നെ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന ശാന്തിവനത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങി സമൂഹത്തിലെ സമുന്നതരായ നേതാക്കളെല്ലാം എത്തുന്നു. ചാച്ചാജിയുടെ സ്മരണ പുതുക്കിക്കൊണ്ട് വിശിഷ്ട കാര്യപരിപാടികളും പ്രാർത്ഥനകളും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ചാച്ചാജി താമസിച്ചിരുന്ന തീൻമൂർത്തി ഭവനിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. വർഷങ്ങൾ എത്ര തന്നെ കടന്നുപോയാലും മഹാനായ ആ നേതാവിൻ്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിൽ ജ്വലിച്ചു നിൽക്കും. ഒരു മായാത്ത തിരുനാളമായി എന്നും ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശിശുദിനത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു സ്പീച്ച് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ആദ്യം അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.